മേക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിലൊരുക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ് സാമ്പാറാണ് ഇവിടെ ഒരുക്കുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ. അതിൻ്റെ റെസിപ്പി എനിക്കെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. മോൾഡോ സ്കൂളിൽ ഇന്ന് ഷീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയി വാങ്ങണം. അതുകൊണ്ട് തന്നെ ആ റെസിപ്പി എനിക്ക് മിസ് ചെയ്തു. അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ അറയ്ക്ക ഫ്രൈ ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ തൈരൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്ന് ഊണ് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മാവ് നല്ല പോലെ അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ മുഴങ്കൊല പരീക്ഷയിൽ ആൻസർ ഷീറ്റ് കാണാൻ പോകുന്നത്. അതും പറഞ്ഞിങ്ങായിട്ട് ഞാൻ കുറേ അങ്ങോട്ട് ചിരിച്ചിങ്ങായിട്ടാട്ടോ ദോശ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ. പിന്നെ ചമ്മന്തിത സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ചാനൽ തുടങ്ങിയ അവസരം മുതൽ ഇന്ന് വരെ കാണിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ആ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ദോശ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പഠിക്കുന്ന കാലത്ത് ആൻസർ ഷീറ്റ് കണ്ടതേ ഇല്ല കേട്ടോ. മുഴങ്കൊല്ല പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞാൽ ആ വർഷം അങ്ങോട്ട് കഴിഞ്ഞില്ലേ, ഇനി അടുത്ത വർഷം ഇനി റിസൾട്ടിനായിട്ട് കാത്തിരിക്കാം എന്നൊക്കെയാട്ടോ ഞാൻ പഠിക്കുന്ന കാലത്ത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇനി മുഴങ്കൊല്ല പരീക്ഷയുടെയും ആൻസർ ഷീറ്റ് കാണണം. അതാണ് ഇന്നത്തെ തലമുറ. അങ്ങനെ നല്ല സോഫ്റ്റായി നല്ല മുരിഞ്ഞ ദോശ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പോളിയോ കൊടുക്കുന്ന ദിവസം ഞാൻ ബുക്സ് വാങ്ങാൻ പോകുന്നു പറഞ്ഞില്ലേ, പക്ഷേ അന്ന് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ ഞാനങ്ങോട്ട് മറന്നു പോയിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം, ബുക്സും വാങ്ങണം, ആൻസർ ഷീറ്റ് ഒപ്പിട്ട് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പണി ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ അരയ്ക്കാതെ മേളിലേക്ക് പറ്റി സെറ്റാക്കി വെച്ചത് നല്ല വെട്ടിത്തളിച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ. അധികം താമസിയാതെ തന്നെ വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് വരാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇന്ന് കുഞ്ഞു കുഞ്ഞു വിഭവങ്ങൾ മാത്രമുള്ളൂ കേട്ടോ. എന്ന് നമുക്ക് വെറൈറ്റി വിഭവങ്ങൾ ഒരുക്കാനൊന്നും കഴിയില്ല കേട്ടോ. ആഡംബരങ്ങളില്ലാത്ത ഒരു കുടുംബ ജീവിതമാണ് എൻ്റേത് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിഭവങ്ങളാണ് കേട്ടോ ഞാൻ ഒരുക്കാറ്. ഇടയ്ക്ക് വെറൈറ്റി വിഭവങ്ങളും ഒരുക്കാറുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പലചരക്ക് കടയിൽ പോയി വന്നു. പിന്നെ സ്കൂൾ കയറി ഒപ്പിട്ട് കൊടുത്തു. ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങി തിരിച്ചെത്തി. അങ്ങനെ പലചരക്ക് സാധനങ്ങൾ സെറ്റാക്കി ഒതുക്കി വയ്ക്കാം കേട്ടോ. കടയിൽ കയറിയാൽ കാണുന്നതൊക്കെ വാങ്ങാൻ തോന്നും കേട്ടോ. പക്ഷേ കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താവോ. നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് വാങ്ങാനല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ കടയിൽ പോവാലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തീർന്ന ശേഷം കടയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അടക്കി പെറുക്കി വെക്കുന്ന ഇടയിൽ പാത്തൂസ് ബഹളം വെക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് കാണുന്നു പറഞ്ഞിട്ട്. അങ്ങനെ പാത്തൂസിന് ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അവൾ ആവേശം കൊണ്ട് ബുക്സൊക്കെ നോക്കാനുള്ള തിരക്ക് കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ടോ എന്നാണ് കേട്ടോ നോക്കുന്നത്. അതിനുശേഷം എല്ലാ ബുക്സും നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആവേശമുണ്ട്, ഇനി സ്കൂൾ തുറന്ന് എന്താവോ. അങ്ങനെ എല്ലാ ബുക്സും അങ്ങനെ വെച്ച് കയറ്റി ഓരോ ബുക്സും എടുത്ത് മറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ
അതിൻ്റെ ബുക്കിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇതാ ഓരോ പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്. ഇനി സ്കൂൾ തുറന്നാൽ ഇതൊക്കെ ഒന്ന് പേജൊക്കെ ഒന്ന് മറിച്ച് നോക്കി ഒന്ന് വായിക്കും അറിയില്ല. എൻ്റെ മോളിതാ മിടുക്കത്തിയാണ് കേട്ടോ. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം നല്ല പോലെ പഠിക്കും കേട്ടോ. അങ്ങനത്തെ ആ ചോറൊക്കെ വാർത്ത് വെച്ചു. അതിന് ശേഷം തമൺ സാമ്പാർ ഇതാ ഉമ്മ സെറ്റാക്കി വെച്ചാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ചാനലിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോയ്ക്ക്. അങ്ങനെ ഇതാ എല്ലാതും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉച്ചക്കത്തെ ഊണിലുള്ള എല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസും ഇതാ നിരന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വളരെയധികം സപ്പോർട്ട് കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ. ചാനലുമായി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച ശേഷം എന്താ പാത്തൂസ് ഇതാ എഴുതി പഠിക്കാൻ കേട്ടോ. ഇപ്പം എഴുതി പഠിക്കുന്നുണ്ട്. പക്ഷേ സ്കൂൾ തുറന്നാൽ ഇവൾ എഴുതി പഠിക്കുമോ? എഴുതി പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. ചില ടൈമിൽ പഠിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. ചില ടൈമിൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. എപ്പോഴും പെൻസിലും ബുക്കായിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതാ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളും പാത്തൂസിൻ്റെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനിയും പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരണമെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.